ഇന്നത്തേത് സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തക്കാര മുട്ട. നമുക്കത് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. തക്കാര മുട്ടയ്ക്ക് വേണ്ടി ആദ്യം തന്നെ 5 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയ ശേഷം ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. ആ സമയം തന്നെ നമുക്കതിലേക്കുള്ള ചെറിയൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. അതിന് പകരമായിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ എടുക്കുമ്പോൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താട്ടോ. നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ പീസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കാം. നമ്മളിതിൽ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. ഈ സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി നന്നായി വാടി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിലേക്ക് നിറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുട്ട എടുത്ത് കത്തി ഉപയോഗിച്ച് പകുതി ഭാഗം കട്ട് ചെയ്യണം. എന്നാലും ഫുള്ളായിട്ട് അങ്ങ് 2 ഭാഗമാക്കി കട്ട് ചെയ്യരുത്. ഒരു പകുതി ഭാഗം വരെ കട്ട് ചെയ്യുക. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഴുവനായി 2 ഭാഗമായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മസാലയൊക്കെ വെച്ച് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഫില്ലിങ്സിന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കി നോക്കുക. 5-10 മിനിറ്റ് മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുക്കുക. ഞാനിവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. നല്ല ചൂട് ചായയുടെ കൂടെ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെ കേട്ടോ തക്കാര മുട്ട. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.